കൊച്ചി മെട്രോയിൽ യാത്രക്കാർക്ക് വാട്സാപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സേവനം ഇന്നു മുതൽ ലഭ്യമാണ്. 9188957488 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭ്യമാകും. രാഹുൽ വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും തൃപ്പൂണിത്തുറ വരെ ഈ മെട്രോ നീളുന്ന ഒരു സാഹചര്യത്തിൽ സന്തോഷകരമായ മറ്റൊരു വാർത്തയിൽ ഞാനിതിനെ കാണുന്നു. വിവരങ്ങൾ SKN കൊച്ചി മെട്രോയിൽ കൂടുതൽ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാട്സാപ്പ് ടിക്കറ്റും ഇന്ന് മുതൽ ലഭ്യമാക്കുന്നത്. സാധാരണ നമ്മൾ ഈ ബസ്സിലൊക്കെ പോയിട്ട് ഈ മെട്രോയിൽ കയറുമ്പോഴേക്കും ടിക്കറ്റ് എടുക്കുന്ന സമയം ഒരു വലിയ ബുദ്ധിമുട്ട് ചില യാത്രക്കാർക്ക് ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല ഈ ടിക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഒരു മെട്രോ ട്രെയിൻ പാസ് ചെയ്ത് പോകാനും ഇടയുണ്ട്. അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കുന്നത് എന്നുള്ളതാണ് KMRന്റെ ഒരു വിശദീകരണം. അതായത് നമ്മളൊരു ബസ്സിൽ പോവുകയാണെങ്കിൽ ആ ഒരു ബസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ടിക്കറ്റ് വാട്സാപ്പ് വഴി, ഈ വാട്സാപ്പിൻ്റെ ഒരു നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. തുടർന്ന് അവർ ഏത് മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്, കയറേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചുകൊണ്ടുള്ളൊരു മറുപടി വരും. അതിൽ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചു മറുപടി കൊടുത്താൽ ടിക്കറ്റ് കൃത്യമായി നമ്മുടെ വാട്സപ്പിലേക്ക് അതിൻ്റെ QR കോഡ് സഹിതം വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ടിക്കറ്റ് കൗണ്ടറിൽ, അതായത് മെട്രോ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് കളയുന്ന സമയം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നു മുതലാണ് ആ സേവനം യാത്രക്കാർക്ക് ലഭ്യമാവുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. എന്തായാലും മെട്രോ നീണ്ടുപോകുന്നു തൃപ്പൂണിത്തുറയ്ക്ക്. ഒരുപക്ഷെ കാക്കനാടേക്ക് മെട്രോ നീളുന്ന എൻ്റെ അടുത്ത ഘട്ടമുണ്ട്. അപ്പോൾ എന്തായാലും ആലുവയിൽ നിന്ന് കയറിയാൽ തൃപ്പൂണിത്തുറ ഇറങ്ങാം, തൃപ്പൂണിത്തുറ ഇറങ്ങിയാൽ ആലുവയിൽ പോകാം. അങ്ങനെയൊക്കെയുള്ള ഈ ഗതാഗത കുരുക്കിൽപ്പെടാതെ കൊച്ചിക്കാർക്ക് യാത്ര ചെയ്യാനൊരു അവസരം കൂടി സംജാതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ചില സ്ഥലങ്ങളിലൊക്കെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില ആളുകൾ യാത്ര ചെയ്യാൻ മടിക്കുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഡൽഹിയിലൊക്കെ പോയാൽ വലിയ സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഡൽഹി മെട്രോ ആണ് ഉപയോഗിക്കുന്നത്. അവർ നടന്നു വേണമെങ്കിലും മെട്രോ സ്റ്റേഷനിൽ പോയി മെട്രോയിൽ കയറി പോകും. നമ്മൾ അതിലേക്ക് ഒരു മാറ്റം വരുത്തേണ്ട സമയം. സൈക്കിളിൽ പോയി മെട്രോ സ്റ്റേഷനിൽ സൈക്കിൾ ചാരി വെച്ചിട്ട് മെട്രോയിൽ കയറുന്ന ഒരു കാലം, അതാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.